ഒരു പണിക്കും എനിക്ക് പോകണ്ട. 24 വയസ്സ് എനിക്കായി. അന്നെപ്പോലത്തെ മക്കൾ എന്തൊക്കെ പണി ചെയ്ത് പൊരേക്ക് കൊണ്ടുവരുന്നുണ്ട്. അങ്ങനത്തെ എന്തെങ്കിലും ഒരു ബോധം എനിക്കുണ്ടോ? തിന്ന ഫോണ് കാണാൻ കിടന്നുറങ്ങുക, തിന്ന ഫോണ് കാണാൻ കിടന്നുറങ്ങുക, ഈ ഒരു പണിയെല്ലാം ഹലോ, അതിപ്പോൾ നിങ്ങൾ പോയാലും ഫങ്ഷൻ നടക്കൂലേ? ഞാൻ വരണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. തൽക്കാലം ഇപ്പം നിങ്ങൾ പോയിട്ട് വാ. എനിക്ക് അറ്റൻഡ് ചെയ്യാനൊരു മൂഡില്ല. എനിക്കന്ന് എന്തെങ്കിലും തിരക്കുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി. ഇത്രയും കാലം അവിടെ ഒരു പരിപാടി നടന്നത് ഞാൻ വന്നിട്ടില്ലല്ലോ. നമുക്കിതിനെ പറ്റിയിട്ട് വീട്ടിലെത്തിയിട്ട് സംസാരിക്കാം. എന്തായാലും നിങ്ങളാർക്കും ഉറപ്പൊന്നും കൊടുക്കണ്ട. ഞാൻ വന്നിട്ട് നമുക്കിതിനെ പറ്റിയിട്ട് സംസാരിക്കാം. ശരി. എന്താടോ? വീട്ടിലാ. എന്ത്? അങ്കിളിൻ്റെ വീട്ടിലൊരു പ്രോഗ്രാം ഉണ്ട്. ഓ, അപ്പോൾ എനിക്കെന്നാ ഫ്രീ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചതാ. എന്താ പ്രോഗ്രാം? അങ്കിളിൻ്റെ മോളെ എൻഗേജ്മെൻറ്റാ. എൻഗേജ്മെൻറ്റോ? പോയിക്കോടെ. ആ, പരിപാടിയൊന്നും കുഴപ്പമില്ല. പക്ഷേ നമ്മളിപ്പോൾ പരിചയപ്പെട്ടിട്ട് ഏകദേശം 2-3 മാസമല്ലേ ആയിട്ടുള്ളൂ. ഏകദേശം ഒരു വർഷം മുമ്പ് ഈ അങ്കിളിൻ്റെ വീട്ടിൽ തന്നെ ഒരു പ്രോഗ്രാം ഉണ്ടായിട്ട് എന്നെ വിളിച്ച സമയത്ത് എല്ലാവരും മുമ്പൊന്നും ഇയാളെന്നെ ഇൻസൾട്ട് ചെയ്ത്. എനിക്ക് ജോലിയില്ല, ഫൈനാൻഷ്യലി സെറ്റിൽഡ് അല്ല, മൂപ്പര മക്കളൊക്കെ അബ്രോഡാണ്, അവരൊക്കെ വെൽ സെറ്റിൽഡാണ്, ഞാൻ മാത്രം ഇവിടെ ഒരു പണിയില്ലാണ്ട് നടക്കുകയാണ്, വീട്ടുകാർക്ക് ഭയങ്കര ചിലവാണ്, എന്തെങ്കിലും പണിക്ക് പോയിക്കൂടെ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ മൂപ്പര വീട്ടിലൊരു പരിപാടി ഉണ്ടായപ്പോൾ ഇപ്പം എൻ്റെ ഡേറ്റ് വേണോ? ഓ, എന്താ? അല്ല, ഇപ്പം ഞാൻ ഏകദേശം ഫൈനാൻഷ്യലി സ്റ്റേബിൾഡ് ആണല്ലോ. പോയിക്കോടെന്നാല് പോണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ എൻ്റെ ഈഗോ സമ്മതിക്കുന്നില്ല. ഓരോ ഇന്ത്യന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് ഇതിനോടുള്ള സ്നേഹം കൊണ്ടൊന്നും ആയിരിക്കില്ല. മേ ബി ഞാൻ ഇത്ര സെറ്റിൽഡ് ആയി. ഈ ഒന്ന് ആലോചിച്ച് നോക്കി, എൻ്റെ മറ്റേ ഓഡിങ് കൊണ്ടിട്ട് അവിടെ വരെ പോകുമ്പോൾ ആൾക്കാരുള്ള മൈൻഡും ഒരു ഗ്രാൻഡ് എൻട്രി ഒക്കെ കൊടുത്താൽ അടിപൊളിയാവും, സെറ്റ് ആവുമല്ലോ. പക്ഷെ പോണോ പോണ്ടേ എന്നൊരു കൺഫ്യൂഷൻ. പോയിക്കോ, നമ്മുടെ ലൈഫല്ലേ, ഒന്ന് ദമ്മായിക്കോട്ടെ. ശരിയാ. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, എനിക്ക് വീട്ടിലാണെങ്കിലും ഫാമിലിന്റെ ഇടയിലാണെങ്കിലും ഫ്രണ്ട്സിന്റെ ഇടയിലാണെങ്കിലും ഒരു വിലയില്ല. ഇപ്പൊ എന്റെ കൂടെയുള്ള ഫ്രണ്ട്സും റിലേറ്റീവ്സ് ഒക്കെ ഞാൻ ആ ഒരു സിറ്റുവേഷനിൽ ഫിൽട്ടർ ചെയ്തെടുത്ത ആൾക്കാർ മാത്രമേ എന്റെ കൂടെ ഉള്ളൂ. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്ന ടൈമിൽ എൻ്റെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല. എനിക്ക് ഡിഗ്രി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന ടൈമിൽ എന്തെങ്കിലും ഒരു കോഴ്സ് എടുക്കാനൊക്കെ കുറേ ആൾക്കാരോട് ഫൈനാൻഷ്യലി ഹെൽപ്പൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരാരും വന്ന് ഹെൽപ്പ് ചെയ്തില്ല. പക്ഷെ അന്ന് ഒരാരും ഹെൽപ്പ് ചെയ്യാത്തതുകൊണ്ട് ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു പൊസിഷനിലെത്തി. ആ, കുഴപ്പമില്ല. അല്ല, ഞാനൊരു കാര്യം ചോദിക്കണം വിചാരിച്ചിരിക്കുന്നു. എങ്ങനെ ഈ സെറ്റപ്പിലെത്തി, ഈ ഒരു ലെവലിലെത്തി? ഈ ഒരു ലെവലില് ഏകദേശം ഒരു കുറഞ്ഞൊരു ടൈം പീരീഡ് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഓഫീസൊക്കെ ഇട്ടത്. ഒരു മിനിറ്റ്, കഥ ഒന്ന് കേൾക്കണം. ഇതൊന്ന് അയച്ചു കൊടുക്കട്ടെ. ഇനി പറയും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു വർഷം മുമ്പ് ഞാനൊരു അട്ടർ ഫ്ലോപ്പ് ആയിട്ടുള്ള ഒരു മോളായിരുന്നു എൻ്റെ വീട്ടില്. കുടുംബത്തിലും ഫ്രണ്ട്സ് വരെ പുറത്തു പോകുമ്പോൾ എൻ്റെ കയ്യിൽ പൈസ എടുക്കാണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ അവോയ്ഡ് ചെയ്താണ്. അങ്ങനെ നിൽക്കുന്ന ഒരു ടൈമിലാണ് നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ പറ്റിയിട്ടൊക്കെ കേട്ടണോ? ഡിജിറ്റൽ മാർക്കറ്റിംഗ് അറിയാം, ഈ ആഡൊക്കെ പ്രൊമോട്ട് ചെയ്യണേ, മാർക്കറ്റ് ചെയ്യണല്ലേ? അതേപോലെ ക്രിപ്റ്റോ, ഫോറക്സ് ഒക്കെ കേട്ടില്ലേ? കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. ആ ക്രിപ്റ്റോ ഫോറക്സ് ബേസ്ഡ് ആയിട്ടുള്ള FCTC എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. FCTC കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. ഈ ക്രിപ്റ്റോ വിശ്വസിക്കാൻ പറ്റുമോ? ഞാനിപ്പോ ഈ ഒരു നിലയിലെത്തില്ലേ, ഇന്നിപ്പോ എന്റെ വീട്, കാറ്, ഈ ഓഫീസ്, ഇതൊക്കെ ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് ഏൺ ചെയ്ത കാര്യങ്ങളാണ്. അതും ഏകദേശം ഒരു വർഷം കൊണ്ട്. എന്നെപ്പോലെ ഫ്ലോപ്പായി നിൽക്കുന്ന ആൾക്കാർക്ക് അപ്പം കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. ശരി, എങ്ങനെ ജോയിൻ ചെയ്യാൻ? ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ത്രൂ ആണ് ഇതിനെ പറ്റി കേട്ട് ഇതിൽ ജോയിൻ ചെയ്തത്. ഞാനിതിന് ഓവർ എഫേർട്ടൊന്നും ഇട്ടണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ അന്ന് എൻ്റെ അടുത്തുണ്ടായിരുന്ന കുറച്ച് സേവിങ്സും കാര്യങ്ങളൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഞാൻ ഇതിന്ന് നല്ല രീതിയിൽ ഏൺ ചെയ്തു. എത്ര കിട്ടും ഒരു മാസമൊക്കെ? അത് നമ്മൾ ഡിപ്പെൻസ് ഓൺ നമ്മൾ എത്ര ഇൻവെസ്റ്റ് ചെയ്യണമെന്നുള്ളതിന് അതിനനുസരിച്ചിട്ടാണ്. അല്ല, ഈ എത്ര വെച്ചിട്ടാണ് ഇതിൽ ചേർന്നത്?
ഞാനിതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ അന്ന് എൻ്റെ കയ്യിൽ അത്ര ക്യാഷൊന്നും എടുക്കാനില്ലാത്തതുകൊണ്ട് ഞാൻ സ്വരൂപിച്ച് വെച്ച കുറച്ച് സേവിങ്സും കുറച്ച് കടമൊക്കെ വാങ്ങിയിട്ട് ഒരു 11,000 രൂപ ഞാൻ വെറും 11,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തു. പിന്നെ ഞാൻ മാർക്കറ്റിന്റെ ട്രിക്സും അതിന്റെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട പർച്ചേസ് ചെയ്യേണ്ട ടൈമൊക്കെ ഞാൻ പഠിച്ചു വന്നതിന് ശേഷം എനിക്കത് നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്, അവർ ഇന്നെപ്പോലെ ആ ടൈമിൽ എനിക്കതിൽ കുറേ ടൈം ഇരിക്കാന്നുള്ളത് എൻ്റെ ആവശ്യമായിരുന്നു. പക്ഷെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട് സൈഡായിട്ട് ഇൻകം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ, പിന്നെ ഡിഗ്രി കഴിഞ്ഞ് പഠിക്കാൻ പോയ ആൾക്കാരൊക്കെ, ഓരൊക്കെ പഠിത്തത്തിൻ്റെയും ജോലിൻ്റെ ഒക്കെ ഇടയിൽ പാർട്ട് ടൈം ആയിട്ട് ചെയ്തിട്ടാണ് ഓരിതിന്ന് ഏൺ ചെയ്യണത്. FCTC. ഇന്റെ ഓഫീസിൽ ഇങ്ങനെ ഇരിക്കാതെ സ്വന്തമായിട്ട് ഒരു ഓഫീസൊക്കെ തുടങ്ങാൻ നോക്കണം. സെറ്റാക്കണം, പൈസ വരട്ടെ. എന്നാ പിന്നെ ഒന്നും നോക്കണ്ട, ഞാൻ എനിക്ക് ഇപ്പൊ തന്നെ ഒരു ലിങ്ക് അയച്ചു തരാം. അതിൽ ജോയിൻ ചെയ്തിട്ട് FCTC ഇപ്പൊ തന്നെ ഒരു അക്കൗണ്ട് എടുത്തോ. അല്ല, ഇത് നമ്മൾ വേറെ ആൾക്ക് പരിചയപ്പെടുത്തി നമുക്ക് ബെനിഫിറ്റ് കിട്ടോ? എനിക്കൊരു ബെനിഫിറ്റ് ഇല്ലാതെ ഞാൻ തന്നെ. അത് ശരിയാ. ഇതിന്ന് നമ്മളൊരാളെ റെഫർ ചെയ്യണമെന്നില്ല. ഒരു കൊല്ലം കൊണ്ട് എത്ര ഏണിങ്സ് ഉണ്ടാക്കി? ഈ വീട് കണ്ടില്ലേ, എന്റെ കാറ് കണ്ടില്ലേ, അത് വാപ്പാന്റെ അല്ലേ? വാപ്പാന്റെതൊന്നല്ല, ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് ഉണ്ടാക്കിയതാ. അപ്പൊ ഏകദേശം എനിക്കൊരു ഗസ് കിട്ടിണ്ടാവല്ലോ ഞാൻ എത്രത്തോളം കോടി 3-4 കോടിയൊക്കെ ഏണിങ്സ് ഉണ്ടാക്കാം ഒരു കൊല്ലം കൊണ്ട്. അങ്ങനെ റൗണ്ട് ആയിട്ട് തൽക്കാലം ഇപ്പൊ ഞാനൊരു കണക്കൊന്നും പറഞ്ഞിരുന്നില്ല. ഈ ഒരു പ്ലാറ്റ്ഫോം തൽക്കാലം ഞാൻ പരിചയപ്പെടുത്തി തന്നല്ലോ. ഇന്നെ പോലെ ഇത് 100% ഇതിൽ കൊടുത്തിട്ട് നല്ലപോലെ ഏൺ ചെയ്യാൻ നോക്ക്. അല്ല, എനിക്ക് ചേരാൻ എന്താ ചെയ്യാ? തൽക്കാലം ഇപ്പൊ ഞാൻ എനിക്ക് ഇതിന്റെ ലിങ്ക് അയച്ചു തരാം. ഈ ചെറിയൊരു എമൗണ്ട് ഇട്ടിട്ട് ഇതിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. ബാക്കി ഇതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഞാൻ ഒഴിവുപോലെ വെൽക്കം, ഓൾ ദി ബെസ്റ്റ്. ഇപ്പൊ ഞാൻ ഇതിന്ന് എത്രത്തോളം ഏൺ ചെയ്തു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവുമല്ലോ. ഇതുപോലെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഏൺ ചെയ്യണമെന്നും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്നെപ്പോലെ ഇപ്പോൾ അട്ടർ ഫ്ലോപ്പായിട്ട് എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുന്ന ആൾക്കാരാണ് നിങ്ങളെന്നുണ്ടെങ്കിലും ഇതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ 100% ആയിട്ടും നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഏൺ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ആഗ്രഹമുള്ള ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവരുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുക്കാം. നിങ്ങൾ ഇപ്പോൾ തന്നെ അതിൽ ജോയിൻ ചെയ്തിട്ട് ഇതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയി ചോദിച്ച് മനസ്സിലാക്കി ഒട്ടും വൈകാതെ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്തോളൂ. അല്ല, പോലെ ഇതൊന്ന് റെഡി ആക്കിയിട്ട് പോയാൽ മതി. ഒരു കോഫി അടിച്ചിട്ട് പറഞ്ഞാൽ മതി. മതി. കുറച്ച് നേരം.